എനിക്ക് അതിനെ പറ്റി ഒരു വലിയ ഐഡിയ ഇല്ല. അത് ആ ഒരു ഏരിയ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇപ്പൊ സംവിധായകനും എഴുത്തുകാരനും പറയുന്നുണ്ടായിരുന്നു, അതായത് ഇപ്പം ഞാനൊരു കൃത്യമായിട്ട് ഒരു കഥാപാത്രം വേറൊരു ടൈപ്പിലാണ് ഇതിൽ ഇപ്പൊ മലയാളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന രീതിയിലാണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. എന്നോട് തന്നെ പറഞ്ഞു. അത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, ആരോടും കഥ പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും ഇപ്പം ഒരു കഥ അല്ലെങ്കിൽ യക്ഷി എന്നുള്ളൊരു കഥാപാത്രത്തിൽ എൻകൗണ്ടർ ഇല്ല. സൈജേട്ടന്റെ കഥ അത് നമുക്കത് പറയാൻ പറ്റില്ല. അതൊക്കെ സിനിമയുടെ രഹസ്യങ്ങളാണ്, കഥയുടെ രഹസ്യങ്ങളാണ്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ എന്തുകൊണ്ടും ഭയങ്കര എക്സൈറ്റ് ചെയ്ത ഒരു കഥാപാത്രമാണ് അപ്പൊ ഇതില്. ഡെഫിനറ്റ്ലി കഥാപാത്രവും കഥയുടെ സ്കെൽട്ടൺ എനിക്ക് വ്യക്തപ്പെട്ടറിയാം. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ളൊരു പരിപാടിയാണ്. രണ്ട് ഫാമിലീസിൽ തമ്മിലുള്ള ഒരു ഫ്യൂഡാണ് അല്ലെങ്കിൽ ഒരു വഴക്കാണ് ഇതിൽ കാണിക്കുന്നത് പറയാം. അതെല്ലാം കഥയുടെ ഭാഗമല്ല. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഇപ്പൊ പ്രൊമോഷന് വേണ്ടി നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടതെന്നുള്ളത് അതിനെപ്പറ്റി നമുക്കും ഐഡിയ ഇല്ല. സീരിയസ്ലി ഈ നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളൊരു കുഴപ്പമുണ്ടല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു കുഴപ്പമാണ് ഇല്ലാത്തത്. അതായത് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അല്ല, പക്ഷെ ഞാൻ പറയണത് ഈ ഒരു പെർട്ടിക്കുലർ ജോണർ ആയത് കാരണം നമ്മൾ കൂടുതൽ അതിലേക്ക് പോയാൽ മനസ്സിലാക്കാം. ഒരു പക്ഷേ ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ക്വസ്റ്റൻ ആയിരിക്കും. ഒരു പക്ഷേ സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നേരിട്ട് റിയൽ ലൈഫിൽ കാണാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും എൻക്വയറി ചെയ്യാനായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ അതെ ആ ഒരു ക്യാരക്ടറിനോട്? എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ട്രാജഡി എങ്ങനെയാണ് സംഭവിച്ചത്